ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ മലയാള സിനിമാ മേഖല ഒന്നടങ്കം സമരത്തിനൊരുങ്ങുകയാണ്. സെൻസർ ബോർഡിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിന് മുന്നിൽ തിങ്കളാഴ്ച സമരം നടത്താനാണ് തീരുമാനം. ഫെഫ്കയുടെ സമരത്തിൽ അമ്മ പ്രതിനിധികളും നിർമ്മാതാക്കളും പങ്കാളികളാകും. കോടതി തീരുമാനിക്കട്ടെ എന്ന മട്ടിൽ സെൻസർ ബോർഡ് കൈ കഴുകുന്നുവെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇതിനെ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയത്തെ വളരെ സജീവമായി നിലനിർത്തുവാനും തുടർ ചർച്ചകളിലേക്ക് പൊതുസമൂഹത്തെയും മാധ്യമ സമൂഹത്തെയും നിർബന്ധിക്കുവാനുമാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് CBFCയുടെ റീജിയണൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരപരിപാടി ആണ്. കൊച്ചിയിൽ നിന്ന് സൈഫുന്നീസ അലിയ ചേരുന്നു. സൈഫുന്നീസ, ഇക്കാര്യത്തിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഷബ്ന ഒടുവിലായി പറഞ്ഞത് വെച്ചുപോലെ തിങ്കളാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കാൻ ഇരിക്കുമ്പോഴാണ് സംഘടനകൾ സമരരംഗത്തേക്ക് അല്ലെങ്കിൽ പ്രതിഷേധ സൂചകമായുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. എത്തരത്തിലാണ് സംഘടനകളുടെ തീരുമാനം? സംഗീത, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി സിനിമാ സംഘടനകളെല്ലാം തന്നെ ഒരുമിച്ച് നിന്ന് ഒരു സമരം ആരംഭിക്കുകയാണ്. അത് തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് റീജിയണൽ ഓഫീസിന് മുൻപിലാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ധർണ നടത്തുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെയോ മാത്രം ഒരു സമരമായി കാണേണ്ടതില്ല. മുഴുവൻ സിനിമാ മേഖലയും അവിടെ ചെന്ന് നിന്ന് സമരം നടത്താനാണ്. അത് താരസംഘടനയായ അമ്മയുടെ പ്രതിനിധികൾ അടക്കം ടെലിവിഷൻ രംഗത്തെ സീരിയൽ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവരെല്ലാം തന്നെ ഈ സമര പരിപാടികളിൽ പങ്കെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇത് നിലവിൽ ഒരു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് എതിരെയുള്ള ഒരു സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ മാത്രമല്ല, ഒരു സംവിധായകന് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ തുടർന്ന് മാത്രമല്ല, സിനിമാ മേഖലയുടെ മുഴുവൻ ഭാവിയെ ഓർത്തുകൊണ്ടുള്ള സമരം എന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച ഇത്തരത്തിലൊരു സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും സിനിമാ സംഘടനകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൻസർ ബോർഡിന്റെ മാനദണ്ഡങ്ങളിലും മാർഗരേഖകളിലും കാലാനുസൃതമായ മാറ്റം വരണം. നിലവിലെ മാനദണ്ഡങ്ങളും മാർഗരേഖയും ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം സെൻസിറ്റീവായ മാർഗരേഖകൾ മാറ്റി കൃത്യമായ സിനിമാ മേഖലയ്ക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള സെൻസറിംഗ് മാനദണ്ഡങ്ങൾ വേണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെ ജാനകി എന്ന് പറയുന്ന സിനിമ ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. ഏതെങ്കിലും ഒരു പേരിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ പേരിൽ ഒരു സിനിമയെ ക്രൂശിക്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ആ സിനിമാ സംഘടനകളുടെ തീരുമാനം. ഒപ്പം തന്നെ കേരളത്തിലെ വിവിധ പാർട്ടികളുടെ രാഷ്ട്രീയ നേതാക്കളുമായും സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഈ സെൻസർ ബോർഡിന്റെ നിലവിലെ തീരുമാനത്തിനോട് യോജിപ്പില്ല, എതിർപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകാനും സിനിമാ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ റിട്ട് ഹർജിയിൽ ഈ മാനദണ്ഡങ്ങളും മാർഗരേഖകളും മാറ്റണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുക. എന്തായാലും നിലവിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് സിനിമാ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. സംഗീത. ശരി, കൊച്ചിയിൽ നിന്ന് സൈഫുന്നീസ അലിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.